ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the Lord's name be glorified. ഈ 2026 ഈ പുതിയ ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്ക് തന്ന ഈ മഹനീയമായ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവമുമ്പാകെ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. I am really thankful to the Lord for giving me an opportunity on the first Sunday to be with the people of God. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള സമയം ദൈവവചനത്തിലേക്ക് നമുക്ക് നോക്കാം. Dear ones, let us turn to the word of God before the time that is given to us. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും ആദരവും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. I would like to extend my love and my gratitude to everyone who's listening right now. തുടർന്നും നിങ്ങൾ ഓർക്കുമ്പോൾ എന്നെയും ഞങ്ങളെയും പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. And in the coming time also, please pray for me, I request. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കണം. ആ നിലയിൽ ദൈവം നമ്മളെ എല്ലാവരെയും ഏകാത്മാവിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. As you remember, please pray, and in this way, may the Lord's Spirit lead all of us. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2025 കഴിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. Dear ones, we have finished with 2025 and we have entered into a new year. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? As we enter into a new year, what is it that we are expecting? പലപ്പോഴും കർത്താവിൻ്റെ വരവിനോട് നമ്മൾ ഒരു വർഷം കൂടെ അടുത്തു എന്ന് ചിലർ പുതുവർഷത്തെക്കുറിച്ച് പറയാറുണ്ട്. അതൊരു നല്ല കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. Some people tell when 1 year has gone by, it signifies one more year we have come closer to the Lord's coming. And that is a very good line of thought according to me. ഈ 2026 കർത്താവ് വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. We don't know whether in 2026 the Lord will come or not. എന്നാൽ ഈയിടെ കേരളത്തിലെ കോൺഫറൻസ് നടന്നപ്പോൾ അതിൽ സംസാരിച്ച സഹോദരന്മാരൊക്കെ പറയുകയായിരുന്നു, കർത്താവിൻ്റെ വരവിന് ഉള്ള ആ ലക്ഷണങ്ങളെല്ലാം, അടയാളങ്ങളെല്ലാം, അതിനുള്ള നിമിത്തങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാൻ ഇനി താമസമില്ല എന്ന് പറയുകയായിരുന്നു. In the conference, the brothers were telling that many incidents that is showing that the Lord's coming is very, very close. It will not delay much further was the message that was being conveyed. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഈ 2026 കർത്താവ് രണ്ടാമത് വന്ന് നമ്മളെ ചേർത്ത് കൂടുക, ആ സംഭവം നാം കാത്തിരിക്കുന്ന ആ സംഭവം ഉണ്ടായിക്കൂടാ എന്നില്ല. So it may be most likely possible that in 2026 the Lord will come and gather us who are waiting for him. നമുക്ക് ഈ പുതുവർഷത്തിൻ്റെ ഓരോ ആഴ്ചയും ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നമുക്ക് കാത്തിരിക്കാം. Every day let us really have this preparedness and be ready for the Lord's second coming. പൗലോസിന് പ്രിയപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. There was a phrase that Paul liked to use very often. യേശു ക്രിസ്തുവിൻ്റെ നാള്, ക്രിസ്തുവിൻ്റെ നാള് എന്നൊക്കെ താൻ ലേഖനങ്ങളിൽ പലയിടത്തും ആവർത്തിച്ച് പറയാറുണ്ട്. The Lord's day, he would tell this in different places of his scriptures. യേശു ക്രിസ്തുവിൻ്റെ നാള് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാള് എന്ന് പറയുമ്പോൾ താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? When he is telling the day of the Lord or the Lord's day, what is he trying to convey to us? കർത്താവിൻ്റെ രണ്ടാം വരവും അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ നിലയിൽ ദൈവം നമുക്ക് ആ നിലയിൽ താൻ നമുക്ക് പ്രതിഫലം തരുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസത്തെ ഉദ്ദേശിച്ചാണ് പൗലോസ് പലപ്പോഴും ക്രിസ്തുവിൻ്റെ നാള് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാള് എന്ന് പൊതുവേ പറയാറുള്ളത്. On a general note, when Paul is telling the Lord's day, he is referring to that day when
he will come and he will give his reward for those of his children. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പലയിടങ്ങളിൽ പൗലോസ് ക്രിസ്തുവിൻ്റെ നാള്, യേശു ക്രിസ്തുവിൻ്റെ നാള് എന്നൊക്കെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. In the letter to the Philippians, we can see Paul using this term many times in different places. നമുക്കറിയാം പൗലോസ് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയിൽ എത്തുന്നതും അവിടെ സുവിശേഷം അറിയിക്കുന്നതും. We know that it was in the second missionary journey of Paul, he is reaching the place called Philippi and giving the gospel to them. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് കാണാൻ കഴിയും. We can see that in detail in Acts chapter 16. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ ഫിലിപ്പിയർക്ക് ഒടുവിലെ റോമിലെ കാരാഗ്രഹത്തിൽ നിന്ന് എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. And to that Philippi, Paul is sitting in the dungeons of Rome and writing a letter. That letter is the letter to Philippians. ആ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതാ ക്രിസ്തുവിൻ്റെ നാള്, യേശു ക്രിസ്തുവിൻ്റെ നാള് എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. And in this letter that he is writing to the Philippians, he is telling many times in different ways the Lord's coming, the Lord's day. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിൻ്റെ നാളടുത്തു, ക്രിസ്തുവിൻ്റെ നാളോളം എന്നൊക്കെ പൗലോസ് പറഞ്ഞെങ്കിൽ ഇന്ന് ഇത്രയും നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ നമ്മൾ ആ ദിവസത്തോട് എത്രയേറെ അടുത്തു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. If Paul was telling the Lord's coming was very close in the first century, then we who are living in this time, we can just imagine how much more closer we are to that reality. നമുക്ക് ഏതായാലും 2026 പ്രാരംഭ ഞായറാഴ്ചയിൽ തന്നെ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാളിനു വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ നാളിനു വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ആ വാക്യങ്ങൾ നമുക്കതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നും നോക്കാം. As we are here in the beginning of 2026, let us look at those verses that is telling about the Lord's day. നോക്കുക, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷിൽ അത് 6-ാമത്തെ വാക്യമാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ നാളോളം എന്ന് പറഞ്ഞാണ് ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. First we see in chapter 1, Philippians 1 verse 6, until the day of Christ Jesus Christ. അവിടെ നമ്മൾ നോക്കുക, ആ വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. How it is used over here, it is written over here, verse 6, for I am confident to this very thing, that he who began a good work in you will perfect it until the day of Christ Jesus. until the day of Christ Jesus എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2-ാം വരവ്, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് പ്രതിഫലം തരുന്നത്, ആ കാര്യങ്ങളൊക്കെ ആ അന്ത്യനിമിഷങ്ങളെയാണ് പൊതുവായിട്ട് ഉദ്ദേശിച്ച് പൗലോസ് പറയുന്നത്. The day of Christ Jesus, he is pointing to that day when Jesus will come again and he will give rewards to his children. പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കുക, പൗലോസ് പറയുന്നത് അതുവരെ യേശു ക്രിസ്തുവിൻ്റെ ആ നാളോളം അവിടുന്ന് എന്തു ചെയ്യും? നമ്മിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് ആ നമ്മിലുള്ള നല്ല പ്രവൃത്തിയെ കർത്താവ് അക്കംപ്ലിഷ് ചെയ്യും. അവിടുന്ന് അത് തികയ്ക്കും, അവിടുന്ന് അത് പൂർത്തിയാക്കും, പാതി വഴിക്ക് ഇട്ടിട്ട് പോവുകയില്ല. What is he telling in this? Till that day of Christ, the Lord who began a good work will continue to perfect it. He will not leave his work half finished or half work done. He will complete it. 1-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ആ വാക്യം വായിച്ചത്. അതുപോലെ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിലും ക്രിസ്തുവിൻ്റെ നാളിനെ കുറിച്ച് നമ്മൾ കാണുന്നു. Again, first we saw the day of Christ Jesus in verse 6. Again we see this word repeated again in verse 10 and 11. അതിൻ്റെ 9
ഇംഗ്ലീഷിൽ പൗലോസ് താനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അപ്പോൾ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ നാളിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ നാളിനെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. Let us see what Paul is telling in verses 9, 10, and 11. What is the context in which he is telling the day of Christ Jesus? ആ 3 വാക്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം. We can summarize these 3 verses like this. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആ 3 വാക്യങ്ങളിൽ പൗലോസിൻ്റെ പ്രാർത്ഥന. The prayer of Paul in these 3 verses is that when the Lord is coming, we should all be found excellent in order to be sincere and blameless. That is what he is trying to tell with regard to the Lord's coming. അവിടെ പറയുന്നത് നിങ്ങൾ കർത്താവ് വരുമ്പോൾ വരെ നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ നിർമ്മലന്മാരായിരിക്കണം. Till the day Lord comes, how should we be living is what these verses are trying to speak to us. We should be sincere. രണ്ടാമത് നമ്മൾ ഇടർച്ചയില്ലാത്തവരായിരിക്കണം. We must be blameless. മൂന്നാമത് നീതിഫലം നിറഞ്ഞവരായി തീരണം. The third in verse 11 is telling we must be filled with the fruit of righteousness. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുക, അത് കർത്താവിൻ്റെ നാൾ വരുമ്പോൾ നമ്മളെ അങ്ങനെ കാണണം. അതാണ് പൗലോസിൻ്റെ ആഗ്രഹം. When the day of the Lord really comes, we should all be found having these qualities in our life. നമുക്ക് പറഞ്ഞ മൂന്നാമത്തെ വാക്യം 2:16 നിന്ന് നമുക്ക് വായിക്കാം. We can again read this in chapter 2 verse 16. അവിടെ 2:16 നമ്മൾ കാണുന്നത്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. We read like this: holding fast the word of life, so that in the day of Christ I will have reason to glory, because I did not run in vain nor toil in vain. അപ്പോൾ നമ്മൾ പറഞ്ഞത് 3 വാക്യങ്ങളാണ് നമ്മൾ എടുത്തത്. ആ 3 വാക്യങ്ങളും പൊതുവായിട്ട് ക്രിസ്തുവിൻ്റെ നാള്, യേശു ക്രിസ്തുവിൻ്റെ നാള് എന്ന ഒരു പദം നമ്മൾ കാണുന്നു. In all these 3 different verse reference that we saw this word, the day of Christ Jesus, being repeated. എന്നാൽ ഈ 3 വാക്യങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 3 കാലഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വാക്യങ്ങളാണ്. But these 3 memory verses that we saw right now are referring to the 3 tenets of our life. നമ്മുടെ ജീവിതത്തിൽ നമ്മളും ദൈവവും ഒക്കെ അതിന് ഉത്തരവാദിത്തമുള്ള വ്യത്യസ്തമായ പല കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. With regard to us and God, different responsibilities are being mentioned in these 3 verse references. അതുകൊണ്ട് ഈ 3 വാക്യങ്ങൾ സത്യത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന വാക്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. So we can see that all these 3 verses is a reflection of our Christian life. ക്രിസ്തീയ ജീവിതത്തിലെ 3 കാലഘട്ടങ്ങളെ കുറിക്കുന്ന വാക്യങ്ങൾ. With regard to our Christian life, 3 tenses of our walk. അതിനെ 3നെയും ക്രിസ്തുവിൻ്റെ നാള് എന്നൊരു പൊതു കാര്യത്തോട് ചേർത്ത് ബന്ധിച്ചുമാണ് പൗലോസ് വളരെ മനോഹരമായിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. And Paul has beautifully told these 3 tenets of a Christian's life, and he has joined it along with the day of the Lord. പ്രിയപ്പെട്ടവർ, 2026 ആദ്യ ആഴ്ച കർത്താവിൻ്റെ വരവല്ലേ ക്രിസ്തുവിൻ്റെ നാളിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഈ ക്രിസ്തുവിൻ്റെ നാളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് പൂർത്തിയാക്കേണ്ടത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. Let us look as we come closer to the day of Christ with regard to our past, with regard to our present, with regard to our future.
What all should we be accomplishing? Let us think on that today. ഇത് ദയവായിട്ട് നിങ്ങൾ ഈ വാക്യങ്ങൾ എടുത്തു നോക്കുകയും എന്നോട് കൂടെ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമേ. അല്ലെങ്കിൽ വേഗത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നുകൂടാ എന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോടൊപ്പം ഈ 3 വാക്യങ്ങളും നമുക്ക് ക്രമാനുഗതമായിട്ട് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. I request all of you to look at the Bible and go along with me with the scriptures so that you can understand it much more and there is no room for confusion. ഒന്നാമത് നമ്മൾ പറഞ്ഞത് 1-ാം അധ്യായം, ഫിലിപ്പിയർ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്, മലയാളത്തിൽ 4-ാമത്തെ വാക്യം. In Malayalam Bible it is chapter 1 verse 4, but in the English Bible it is from chapter 1 verse 6. അവിടെ കണ്ടോ, അവിടെ പറയുന്നത് നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. Here it is mentioned that a good work has already began. അത് ആരംഭിച്ചവൻ എന്ത് ചെയ്യും? And who has begun that good work? What is he going to do? അവിടുന്ന് അതിനെ പൂർത്തിയാക്കും, തികയ്ക്കും എന്ന് പൗലോസ് പറയുക. ഞാൻ ഉറപ്പായി അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. And Paul is telling, I have full faith that he who began that good work will perfect it. എന്നുവരെ ഇത് പൂർത്തിയാക്കും? And till what day will he keep on perfecting it? യേശു ക്രിസ്തുവിൻ്റെ നാളോളം. Until the day of Christ Jesus. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവ് വരെ നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പാതി വഴിക്ക് ഇട്ടിട്ട് പോവുകയില്ല, അതിനെ തികയ്ക്കും. ഇതാണ് പൗലോസ് പറയുന്നത്. So Paul is telling that the one who began a good work in you, he will not leave you in between the journey, but he will keep on perfecting that good work till the day of Christ Jesus. ഇവിടെ നോക്കുക, ഈ യേശുക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുന്ന ഈ പ്രവൃത്തി എന്നാണ് ആരംഭിച്ചത്? The Lord, when he is telling that till the day of Christ he will perfect that work, when did he began in each of our lives? പൗലോസ് പറയുന്നു, ഫിലിപ്പ്യരെ അല്ലെങ്കിൽ വിശ്വാസികളെ, നിങ്ങളിൽ നേരത്തെ തന്നെ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്, ഭൂതകാലത്തിൽ അത് ചെയ്തിരിക്കുന്നു. Paul is reminding the Philippians that that good work has been already began in the past and it has already begun in the past. അത് ആരംഭിച്ചതും ആരാണ്? And who is the one who began that work, who started that work? അത് ദൈവമാണ്. കാര്യം അവിടത്തേക്ക് മാത്രമേ അതിനെ തികയ്ക്കാനൊക്കെയുള്ളല്ലോ. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ദൈവമാണ് ആ പ്രവൃത്തി ആരംഭിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. In verse 6 we can clearly understand that it is God alone himself who has started that work and he only can fulfill it. എന്തിനെയാണ് കുറിക്കുന്നത്? What is this verse referring to? ഞാൻ ഇന്ന് ഇവിടെ സഭയിൽ കൂടിയിരിക്കുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ കഴിഞ്ഞ ഭൂതകാലത്തിൽ എന്നോ ഒരിക്കൽ തങ്ങളുടെ രക്ഷകനായിട്ട്, നാഥനായിട്ട്, കർത്താവായിട്ട് സ്വീകരിച്ചവരാണ് എല്ലാവരും എന്ന് ഞാൻ കരുതുന്നു. I consider that all of you sitting over here, in your past days, one of those past days, you have accepted Jesus Christ as your personal savior. I believe that this experience has been occurred to you. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നാണ് ആ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. If that has happened in your life, then at that point of time this good work began in your life. അത് ആരാണ് ആരംഭിച്ചത്? ദൈവമാണ് നമ്മിൽ അത് ആരംഭിച്ചത്. And who had begun that good work in your life? It is God himself. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ പറയും, ഞാനാണല്ലോ കർത്താവിനെ രക്ഷകനായിട്ട് ഏറ്റു പറഞ്ഞതൊക്കെ, അപ്പോൾ എനിക്കും ഇതിൻ്റെ അകത്തൊരു പങ്കുണ്ട്, ഞാനാ തുടങ്ങിയത് എന്ന് പറയും. പക്ഷേ നമുക്കറിയാം, ദൈവമാണ് അതിനും നമുക്ക് കൃപ തന്നത്,
ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കാണുകയും തിരഞ്ഞെടുക്കുകയും ഇതിനായിട്ട് മുൻ നിയമിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രവൃത്തി മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാം. We can make claims that it was I who made that decision to accept Jesus Christ. But we know that it is Lord Himself who saw us even before the foundations of the world was laid. It is He who predestined us. So all glory belongs to Him. It is He who began that good work and we have nothing to say in it. അങ്ങനെ ആരംഭിച്ച, ഭൂതകാലത്തിൽ ആരംഭിച്ച ആ പ്രവൃത്തി ഭാവിയിലെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ അവിടുന്ന് അത് തുടരും, അവിടുന്ന് അത് പൂർത്തിയാക്കും. അതുകൊണ്ട് ഭയപ്പെടണ്ട. So that Lord who began that good work in the past, He will keep on doing that work, fulfilling that work till the future of Jesus Christ coming. So don't have fear. Don't be afraid. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം. 1-10-11 വാക്യങ്ങൾ, അല്ലെങ്കിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Now let us come to the second reference that we saw in 1 Philippians chapter 9, 10 and 11. അവിടെയും ക്രിസ്തുവിൻ്റെ നാളോളം എന്നാണ് അവിടെയും ഒരു അൾട്ടിമേറ്റം പറഞ്ഞിരിക്കുന്നത്. Here also we see that ultimatum where in verse 10 it is referred as until the day of Christ. പക്ഷേ അവിടെ ആ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. But in these three verses, there is something that is mentioned as something that we have to do. അത് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ അകത്ത് ദൈവമാണ് അത് ചെയ്തതെങ്കിൽ ഇവിടെ അത് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. In the previous verse, if it was God who did that beautiful work, here in this three verses, it is mentioning that we have to do something. നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം? നിർമ്മലന്മാരായിരിക്കണം, ഇടർച്ചയില്ലാത്തവരായിരിക്കണം, നീതിഫലം നിറഞ്ഞവരായിരിക്കണം. How we should be till that day is mentioned. We must be believers who are sincere, who are blameless, and who are filled with the fruit of righteousness. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ ഈ വർത്തമാനകാലത്തിലാണ് ഇത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടത്. And all these three requirements, we have to be fulfilling it in the present tense of our life. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്യവും ഇപ്പോൾ പറഞ്ഞ വാക്യവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോ? So did you understand clearly the difference between the previous verse and these three verses? 1:6 ആ പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നു. In Philippians 1 verse 6, the work had already happened in the past tense. ഈ 1:9-11 ഈ പ്രവൃത്തി, ഇവിടെ നടക്കേണ്ട ഈ പ്രവൃത്തി, അതായത് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നീതിഫലം നിറഞ്ഞവരുമായി കാണപ്പെടുന്ന ഈ പ്രക്രിയ, അത് ഇന്ന് വർത്തമാനകാലത്തിലാണ് നടക്കുന്നത്. And the verse that we see in 9, 10 and 11, that act or that work has to be done in the present tense of being sincere, of being blameless, of being filled with the fruit of righteousness. മറ്റൊരു വ്യത്യാസം നമ്മൾ നോക്കിയാൽ 1:6 വാക്യം, അത് ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത്. Another difference that we can see in chapter 1 verse 6, it is God who is doing that work. എന്നാൽ 1:9-11 ആ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളാണ് ചെയ്യുന്നത്. But in verse 9, 10 and 11, the work is being done by us. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. Dear ones, so that you are not confused, I am telling this again. ആദ്യത്തെ വാക്യം ഭൂതകാലത്തിൽ നടന്നു, ദൈവം അത് ചെയ്തു. The first reference that we saw, Philippians 1:6, it happened in the past and it was done by God. രണ്ടാമത്തെ വാക്യം 1:9-11 വാക്യം വർത്തമാനകാലത്തിൽ അത് നടക്കുന്നു, നമ്മൾ അത് ചെയ്യുന്നു. Chapter 1 verse 9, 10 and 11, it is happening in the present and it is something that we have to do.
നമ്മൾ നമ്മൾ വായിച്ച മൂന്നാമത്തെ വാക്യം 2:16 കൂടെ നമുക്ക് നോക്കാം. Now let us turn to chapter 2, verse 16. അവിടെയും ക്രിസ്തുവിൻ്റെ നാളോളം എന്നാണ് അവിടെയും ഇതിനെ മൂന്നിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ വാക്ക് നമുക്ക് കാണാൻ കഴിയും. Here also, that phrase, the day of Christ, is being used commonly as a common thread to these three verses. ഇവിടെ 2:16 മലയാളത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ നാളിൽ, കർത്താവിൻ്റെ നാളിൽ, കർത്താവിൻ്റെ വരവിൽ, കർത്താവ് ആ നിലയിൽ പ്രതിഫലം വിഭജിക്കുന്ന ആ സമയത്ത്, കർത്താവിൻ്റെ ആ ദിവസത്തിൽ എനിക്ക് എന്തുണ്ടാകും? എനിക്ക് പ്രശംസ ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. Over here in verse 16, even though the word day of Christ is mentioned, it is referring to a future period of time. And in that time, what will happen? There is a reason for me to, there is a reason to glory. There is something for me to be happy about. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിൽ തനിക്ക് പ്രശംസ ഉണ്ടാകും, തനിക്ക് ആ നിലയിൽ പ്രതിഫലം കിട്ടും, അംഗീകാരം കിട്ടും എന്നൊക്കെ ഭാവിയെ നോക്കി സന്തോഷത്തോടെ പൗലോസ് 2:16 പറയുന്നു. In verse 16, Paul is telling with a lot of joy that in that day I will be rewarded, I will be acknowledged by God. ഇത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്? And when is this, which tense is this happening in a believer's life? ക്രിസ്തുവിൻ്റെ നാളിലാണ്, ഭാവിയിലാണ് അത് നടക്കുന്നത്. It is happening in the future, the day of Christ. അപ്പോൾ 1:6 ഭൂതകാലത്തിൽ നടന്നു, ദൈവം അത് ചെയ്തു. In Philippians 1:6, it happened in the past and it was God who did it. 1:9, 11 വാക്യങ്ങളിൽ ഈ വർത്തമാനകാലത്തിൽ അത് നടക്കുന്നു, നാം അത് ചെയ്യണം. In 1 verses 9, 10 and 11, it is happening in the present and we are the one who have to do it. 2:16 ഒടുവിലായി നമ്മൾ വായിച്ചെടുത്ത് നമുക്ക് പ്രശംസ ഉണ്ടാകുന്നത് ഭാവിയിൽ അത് സംഭവിക്കും. ദൈവത്താൽ എനിക്ക്, നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടരും കൂടെ ബന്ധപ്പെട്ട്, ദൈവത്താൽ എനിക്ക് പ്രശംസ ലഭിക്കും. In verse 2:16, that is something that is happening in the future, and because of God, through God, I am getting glory. നോക്ക്, പൗലോസ് ഈ മൂന്ന് കാര്യങ്ങളും എത്ര ഭംഗിയായിട്ട് മനോഹരമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. See how beautifully Paul has pictured it before us. ഇവിടെ നമുക്ക് വീണ്ടും ഈ ഓരോ വാക്യങ്ങളിലേക്ക് കടന്നു വരാം. Now let us look a little more deeper into these same verses. ആദ്യത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ദൈവം നമ്മിൽ ആരംഭിച്ച ആ രക്ഷയുടെ പ്രവൃത്തി, ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. Let us first turn to the good work that God had begun in our life. ദൈവം നമ്മിൽ ആരംഭിച്ചതാണ്, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. It is God who began this good work in us, and that is the foundation of our Christian life. ദൈവം ആരംഭിച്ചെങ്കിൽ അവിടുന്ന് അത് പൂർത്തിയാക്കി കൊള്ളും, നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട എന്നാണ് 1:6 നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. In verse 6, it is telling that because God has begun it, He will finish it, so we need not have fear. അവിടെ കണ്ടോ, അത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞ്, കർത്താവ് എന്ത് ചെയ്യും? അത് തികയ്ക്കും എന്ന് തന്നെ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അത് തികയ്ക്കും. That is why Paul is using the word confident. He is so sure that God will do this work. He will bring it into completion. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കും ഈ ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. When we individually think about our salvation, like Paul, we should also have this confidence and coming to a place where there is no fear. ഇന്ന് ഈ വചനം കേൾക്കുന്ന കർത്താവിനെ സ്വീകരിച്ച സഭയിലുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഈ ഒരു ഉറപ്പുണ്ടോ? Everyone who have come here to the church and
everyone who thinks you are a believer, do you have this confidence about your Christian life? അതോ നമ്മൾ ചിലരെയൊക്കെ കണ്ടു, ഇന്നാരൊക്കെ ഇത് നമ്മളെക്കാളും നല്ലതായിട്ട് തുടങ്ങിയതാ, അവരൊക്കെ പോയി, എനിക്ക് എങ്ങനെ നിൽക്കാൻ ഒക്കും, പിശാച് എന്നെ കൊണ്ടുവന്ന് അവസാനം കുഴപ്പത്തിലാക്കുമോ, എനിക്ക് തന്നെ എന്നെ കുറിച്ചൊരു മതിപ്പില്ല, ഞാൻ പിന്നെയും തെറ്റുകൾ ചെയ്തു പോകുമോ, ഈ നിലയിലൊക്കെ ഒരു കുറ്റം വിധിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? Are you living in self condemnation that bigger and greater men of God before me who went ahead of me, they have fallen down? Will I fall? I'm still falling into the same things. Are you living in that sense of self condemnation and discouragement? വീണുപോയ മറ്റുള്ളവരുടെ കാര്യമൊന്നും വാസ്തവത്തിൽ നമുക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മുടെ കാര്യത്തിൽ ഈ ഒന്നാം അധ്യായത്തില് ദൈവം നമുക്ക് തരുന്ന ഉറപ്പെന്താ? നിങ്ങളിൽ എൻ്റെ മകനെ മകളെ, നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചത് ഞാനാണ്, ഞാൻ അതിനെ എൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഫുൾ സ്റ്റോപ്പ്. About those who have fallen in front of us, let us not get bothered and disturbed about that. But let us look into our own life. The Lord is telling that I have begun this good work and I will finish it. Let us put a full stop to that statement of God. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ അടിത്തറയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിലേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു സ്ഥിരത ലഭിക്കുകയുള്ളൂ. If you have that strong foundation about your Christian life, then your Christian walk will be steady. അല്ലെങ്കിൽ പലപ്പോഴും സംശയിച്ചും വ്യാകുലപ്പെട്ടും അനാവശ്യമായി പേടിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതം ആ നിലയിൽ കുഴപ്പത്തിലാക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സന്തോഷമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയും ചെയ്യും. If that calmness and foundation is not laid properly, what will happen is you will go ahead in your Christian life with a lot of doubt and fear and confusion and will not be able to move in the way that God wants. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, ഇനി നമുക്ക് ഒരു തെറ്റും പറ്റുകയില്ല എന്നാണോ? So does it mean that because now I am a child of God, I will not in the future commit any mistakes? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവവചനത്തോടടുത്ത് വരുമ്പോൾ എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, വളരെ പ്രാക്ടിക്കലാണ് ദൈവവചനം. Something that has really brought a lot of happiness into my life is when I come to the Word of God, the Word of God is very practical. ദൈവം ഒരു വെറുതെ ചില കാര്യങ്ങൾ പറയുകയില്ല. അവിടുന്ന് വളരെ വ്യക്തതയോടെ പ്രായോഗിക തലത്തിൽ ഈ കാര്യങ്ങളെ കണ്ട് നമുക്ക് അഥവാ ഒരു തെറ്റ് പറ്റിയാൽ അതിനുള്ള ക്രമീകരണങ്ങളും കർത്താവ് തന്നെ ചെയ്തിട്ടുണ്ട്. God does not simply utter some words. He looks in a practical way and he tells that if there is some place where you have fallen, he has also given a remedy to that fall. ഈ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ സഭകളിലൊക്കെ പല പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പോകുന്ന ഒരു വാക്യം 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. After COVID, a lot of new believers has come into our fellowship, and I will tell this verse many times again and again to these believers is 1 John 1 7 to 9. അവിടെ കണ്ടോ, അവിടെ പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് ആരും പറയില്ലേ, അങ്ങനെ പറയണ്ട എന്നവിടെ പറയുന്നു. Verse 7 is telling nobody should be telling that there is no sin in them. അങ്ങനെ നമ്മൾ വ്യർത്ഥമായിട്ട് അങ്ങനെ പറയണ്ട, അങ്ങനെ നമ്മളെ തന്നെ വഞ്ചിക്കേണ്ട. പാപമുണ്ട്, പാപങ്ങൾ വരാം. So nobody should tell that there is no sin because sin can come in our journey. നോക്കുക, ദൈവം എത്ര പ്രായോഗികമായിട്ടും യാഥാർത്ഥ്യബോധത്തോടെയുമാണ് ഈ കാര്യങ്ങളെ വെച്ചിരിക്കുന്നത്. See how practically and reality wise God has placed the scripture.
എന്നാൽ ഉടനെ അതിൻ്റെ താഴെ പറയുന്നു, അങ്ങനെ ഒരു പാപം വന്നാൽ നമ്മളത് ഏറ്റു പറഞ്ഞാൽ മതി. Verse 8 is telling the practical side of it. If we say we have no sin, sorry, in verse 9, if we confess our sin, he is faithful. That is what we are ആ, going to confess our sin. അങ്ങനെ അങ്ങനെ ഏറ്റു പറഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് അത് ക്ഷമിക്കും. അവിടുന്ന് പിന്നീട് നമ്മൾ എബ്രായ ലേഖനത്തിലൊക്കെ എട്ടിലും പത്തിലും വായിക്കുന്ന പോലെ അവിടുന്ന് ക്ഷമിച്ച കാര്യം മറന്നു കളയുകയും ചെയ്യും. As it is mentioned over here, if we confess our sin, he will forgive. And as we are reminded in Hebrews, he will even forget our past sins. മറന്നില്ലെങ്കിൽ എന്താ, പിന്നെ അടുത്ത തെറ്റ് ചെയ്യുമ്പം ഇതിന്റെ കണക്ക് ചോദിക്കും. എടാ, കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ നിന്നോട് ക്ഷമിച്ചത്, പിന്നെ അത് തന്നെ ചെയ്തോ? പക്ഷെ ദൈവം അങ്ങനെ ചോദിക്കുകയില്ല. കാര്യം അവിടുന്ന് അത് ക്ഷമിക്കുക മാത്രമല്ല, മറക്കുകയും ചെയ്തു. എത്ര പ്രായോഗികമായിട്ടാണ് കാര്യങ്ങളെ വെച്ചിരിക്കുന്നത്. How practically God has kept the word of God. If he was a God who only did forgive and not forget, what would have happened? When you fall again, he would again have to tell, I just forgave you recently for this sin. Did you again commit it? But very practically, God is telling that I will forgive and I will also forget. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയെക്കുറിച്ചൊരു ചാഞ്ചാട്ടം വേണ്ട. നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. So, when God has laid a good foundation like that, we must ensure our foundation is strong and we need not be shivering all around. നമ്മൾ ആരും ഈ വാക്യങ്ങൾ പാപം ചെയ്യാൻ ഒരു ലൈസൻസ് ആയിട്ടാ, എന്നാൽ ഇതൊരു സാധ്യതയാണല്ലോ, അങ്ങനെ കാണുകയില്ല എന്ന് എനിക്കറിയാം. I know that none of you will take this verse as a license to give leniency to the sin that you commit. I believe that you are not of that attitude. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നേരത്തെ വായിച്ച ഫിലിപ്പിയർ 1:6 മടങ്ങി വരുമ്പോൾ, നമ്മിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവിടുന്ന് ക്രിസ്തുവിൻ്റെ നാളോളം, കർത്താവ് മടങ്ങി വരുമ്പോഴും അവിടുന്ന് അത് തികയ്ക്കും. അല്ലാതെ നമ്മളെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മളെ ഉപേക്ഷിച്ച് കളയുകയില്ല, നമ്മൾ കൈവിടപ്പെടുകയില്ല. ഈ ഒരു ധൈര്യം, ഉറപ്പ്, ഈ ഒരു അടിത്തറ, ദൈവത്തിലുള്ള വിശ്വാസം, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം. So, the basic foundation that every believer should have is, as we read in verse Philippians 1:6, the Lord who began this good work will perfect it until the day of the Lord. We should have that strong foundation that he will not leave me unfinished. He will not desert me halfway through the journey. We ഇത് must have that strong foundation. ഫിലിപ്പിയർ 1:6 മാത്രമല്ല, നോക്കുക, സങ്കീർത്തനം 138:8 എന്താ പറയുന്നത് എന്ന് നോക്കുക. 138:8. Let us turn to Psalms 138:8. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. മലയാളത്തിൽ അത്ര വ്യക്തമല്ല. ദ ലോർഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഫോർ മീ എന്നാണ് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. In Psalms 138:8, the Lord will accomplish, he will fulfill. That is what the word of God is telling us about what God will do. 1 കൊരിന്ത്യർ 1:8 നോക്കുക. ഈ വാക്യങ്ങളൊക്കെ ഈ നിലയിൽ ഒരു കുറ്റം വിധിയിൽ പലപ്പോഴും ചാഞ്ചാടി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണേ. 1 കൊരിന്ത്യർ 1:8. Anybody who is having a lot of doubt and who is not having strength and good foundation, I encourage you to hold these verses very close to your heart. 1 Corinthians 1:8. അവിടെ നമ്മൾ കാണുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ഫുൾ സ്റ്റോപ്പ്. It is written over here, who will also conform you to the end, blameless in the day of our Lord Jesus Christ. അവിടെയും കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാള്, അന്ന് വരെ, കർത്താവിൻ്റെ വരവ് വരെ നമ്മളെ അവിടുന്ന് അവസാനത്തോളം
ഉറപ്പിക്കും. അത് ദൈവം ചെയ്തുകൊള്ളും. നാം അവനിൽ ആശ്രയിച്ചാൽ മതി. See, this verse is encouraging us that we only have to depend on God. And when we depend on God, it is mentioning that He will confirm you to the end, blameless. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒന്നാമത്തെ വാക്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട്, പ്രിയപ്പെട്ടവരെ, എന്നും ഒരു സംശയമില്ലാതെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവമുമ്പാകെ ഈ വാക്യം നമ്മുടേതാണ്, ദൈവം നമുക്ക് തന്നതാണ് എന്ന ബോധ്യത്തോടെ ഏറ്റെടുക്കുക. So be thankful before the Lord, and all these verses, take it before the Lord and tell, this is a verse that you have given to me, and walk closer to the Lord. ഇനി നമുക്കത് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം. നമ്മൾ വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-11 വാക്യങ്ങൾ, അതിലേക്ക് വരാം. Let us come back to Philippians 1 verses 9, 10 and 11. അവിടെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നമ്മൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നീതിഫലം നിറഞ്ഞവരുമാകണം. Here we are exhorted to be people who are blameless, who are sincere, and who are having the fruit of righteousness. നോക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിലെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. These exhortations are something told in reference to the present tense, where we have to be alert with regard to our Christian life on these matters. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. There are 3 things that the verse is encouraging us to be careful about. നമ്മൾ നമ്മിൽ തന്നെ എന്ത് വേണം? നിർമ്മലന്മാരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. First, we have to be very sincere. അത് നമ്മിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. That is something that I myself have to take care about my life. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബ്ലെയിംലെസ്. അത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഇടർച്ചയില്ലാത്തവർ. മറ്റുള്ളവരുമായിട്ടാണ് ഇടർച്ച. അന്യോന്യ ബന്ധത്തിൽ കാര്യങ്ങൾ ശരിയാകണം. The second word that we have to be careful is blameless, and that applies to our relationship with others. ഇതിൻ്റെ അകത്തെ ആദ്യം നമ്മൾ പറഞ്ഞ നമ്മിൽ തന്നെ നമ്മൾ പ്യുവർ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം എന്ന് പറഞ്ഞ വാക്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെയും വാക്യത്തിൻ്റെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. When it comes to my own responsibility with my life of being sincere, I don't know whether I have told this earlier over here. അതായത് ഇതിൻ്റെ മൂലഭാഷയിൽ സിൻസിയർ എന്ന വാക്ക്, നിർമ്മലന്മാർ, പ്യുവർ എന്നുള്ളതിൻ്റെ സിൻസിയർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിന് തൊട്ട് മുമ്പ് ഗ്രീക്കിൽ അതിൻ്റെ മൂലഭാഷയിൽ സെനെ സെറെ അത് ചേർന്നാണ് സിൻസിയർ എന്ന വാക്ക് വന്നിട്ടുള്ളത്. The word sincere, if you look back into the roots, it goes back to Greek, and there are 2 words, sine and സെറെ. ere. അതിൽ സെനി എന്ന് പറഞ്ഞാൽ നോ, സെറെ എന്ന് പറഞ്ഞാൽ വാക്സ്. നോ വാക്സ്, മെഴുകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര The 2 words mean no, and the second word means wax. It means there is no wax in this object. അതെന്താ മെഴുകില്ലാത്തത് എന്ന് സിൻസിയറിന് അങ്ങനെ ഒരു വാക്ക് വന്നത് എന്താണ് എന്നത് കാലഘട്ടത്തോട് ചേർത്ത് അവര് വേദപണ്ഡിതന്മാരും അതുപോലെ ഈ ഭാഷാ പണ്ഡിതന്മാരും ഒക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. I have heard like this great scripture scholars telling why this word was used with regard to wax in terms of the context of the time. അന്ന് ഈ മണ്ണുകൊണ്ട് നല്ല ആ നിലയിലുള്ള മണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങളും കപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടായിരുന്നു. During the earlier times, there were people who used to use mud or clay
and they would make utensils. എന്നിട്ട് അവര് ഈ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരത് തീയുടെ വെട്ടത്ത് ഇങ്ങനെ പിടിച്ചു നോക്കും. After making these vessels, they would hold it in the light of fire. അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇവര് ഈ നിലയിൽ ക്ലേ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും എവിടെയെങ്കിലും അതിന് ചെറിയ കിഴുത്തകൾ ഉണ്ടെങ്കിൽ അവർക്കത് കാണാൻ കഴിയും. So, if what they are looking out while putting it before the fire is to see whether there are any small holes in that vessel that they have made. പലപ്പോഴും അവരെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചില കിഴുത്തകൾ അവർക്ക് കാണാനായിട്ട് കഴിയും. And many a times when they look in the light of the fire, they can see and notice small holes in their vessels. അങ്ങനെ കിഴുത്തകളുള്ള പാത്രം വിറ്റുപോവുകയില്ല. The problem is these holes, riven pots will not be sold if they are kept for sale. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പിന്നെയും ഇത് ഉടച്ച് വീണ്ടും പാത്രം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവരുണ്ടാക്കിയ ഈ പാത്രത്തിൻ്റെ മേൽ കറുത്ത ആ നിലയിലുള്ള മെഴുക് അവര് ഒരു ലെയർ ഇങ്ങനെ പൂശും. Because it is difficult to break that vessel again and remake it, what they do at that time is they will take wax and cover it as one layer around the pot or the vessel that they have made. അപ്പോൾ പിന്നെ ഇതിന് കിഴുത്തുള്ളതായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ ഒക്കുകയില്ല. After applying that wax, if you put it in the light of the fire, nobody can find whether that vessel has any small holes in them. അപ്പോൾ ഈ പാത്രം ഉണ്ടാക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യും എന്നറിയാവുന്നത് കൊണ്ടാണ് നോ വാക്സ് സിൻസിയർ എന്നുള്ളതിന് അങ്ങനെ ഒരു പദം വന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. Because the potter can apply wax and that threat is there, some people tell no wax, and that is how sincere the word sine and sere came up. പ്രിയപ്പെട്ടവരെ, നമ്മളും വിശ്വാസികളായ നമ്മളും മെഴുകില്ലാത്തവരായിരിക്കണം, ഓട്ടകൾ ഉള്ളവരാകരുത്. നമ്മളുള്ളത് ശരിക്കുമുള്ളതായിരിക്കണം, അല്ലാതെ മെഴുക് തേച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകരുത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. The essence of what we are trying to understand is, if you are a believer, you must be genuine of who you are or how much you are. You shouldn't apply wax and try to adjust to the situations and the scenarios that you are going into. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ചില നിലയിലുള്ള ചില അഭിനയങ്ങളും അങ്ങനെയുള്ള സൂത്രപ്പണികളും ഒന്നുമില്ലാതെ നമ്മളുള്ളത് വളരെ ജെനുവിനായിരിക്കണം, കിഴുത്തകളില്ലാത്തതായിരിക്കണം, നമ്മിലുള്ള വെള്ളം ചോർന്നു പോകാൻ ഇടയാകരുത്. ഇതാണ് സിൻസിയർ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. In Philippians chapter 10, the word sincere is exhorting each one of us to be genuine of who you are. Make sure that your vessel does not have any hole and the water will seep out of your life. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നിലയിൽ പ്യുവറാണോ, സിൻസിയർ ആണോ? Dear ones, let us really look into our lives and ask, am I sincere? Am I pure? ഇല്ലെങ്കിൽ ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കൂടുതൽ ദൈവവചനത്തിനനുസരിച്ചും ദൈവമുൻപാകെയും നമ്മൾ കൂടുതൽ സിൻസിയറായി മെഴുകില്ലാത്തവരായി തീർന്നുകൊണ്ടേയിരിക്കണം. So it is our responsibility today before the word of God that if we are not without holes, we should ensure that we are not applying any wax. We must make sure that we are not displaying ourselves in a different way. നമ്മുടെ അടുത്തത് നമ്മൾ കാണുന്നത് നമ്മൾ ഇടർച്ചയില്ലാത്തവരായിരിക്കണം. The second exhortation we get is not to be blameless. മറ്റുള്ളവരോടുള്ള ഇടപാടിലാണ് പലപ്പോഴും ഇടർച്ച വരുന്നത്. Blameless or blame generally comes in the context when we interact with others.
പ്രിയപ്പെട്ടവരെ, ആ ബന്ധത്തിൽ മറ്റുള്ളവരോട്, നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, സഭയിലുള്ള സഹവിശ്വാസികളാകട്ടെ, ഓഫീസിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാകട്ടെ, അവരോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ ഇടർച്ചയില്ലാത്തവരായിരിക്കണം. So we must be blameless in our house, maybe with our partners, with the brothers and sisters in church, or even in the place where we are working. The exhortation is, as a child of God, you must be blameless with regard to others. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വർത്തമാനകാലത്തിൽ ഈ കാര്യങ്ങൾ നന്നാക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അടിസ്ഥാനപരമായി നമുക്ക് തന്നെയാണ് എന്നാണ് 1:9-11 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. Philippians 1 verse 9, 10 and 11 is exhorting us in the present tense. It is our responsibility to keep on changing us before the Lord and ensure that we are doing these things in the present tense of our Christian life, of being sincere and of being blameless. സിൻസിയർ, ബ്ലെയിംലെസ്. അടുത്ത് അവിടെ പറയുന്നത് നീതിഫലം നിറഞ്ഞവർ എന്നാണ്. The third exhortation is to be with fruit of righteousness. Be filled with ഇവിടെ the fruit of righteousness. നോക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം 12:11 വാക്യം നോക്കുക. Hebrews 12 verse 11. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. All discipline for the moment seems not to be joyful but sorrowful. Yet to those who have been trained by it, afterwards it yields the peaceful fruit of righteousness. പ്രിയപ്പെട്ടവരെ, നമ്മൾ നീതി എന്ന സമാധാന ഫലം ഉള്ളവരായിട്ട് നമ്മളായിരിക്കണം. Dear ones, we must be peaceful people who yield the peaceful fruit of righteousness. യാക്കോബിന്റെ ലേഖനം 3:18 നമ്മളിത് കാണുന്നുണ്ടല്ലോ. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. James 3 verse 18 also we see this, and the seeds whose fruit is righteousness is sown in peace by those who make peace. എബ്രായർ 12:11 യാക്കോബ് 3:18 രണ്ടിലും കണ്ടോ, നീതിയെയും സമാധാനത്തെയും ചേർത്ത് ഒന്നിച്ചാ പറഞ്ഞിരിക്കുന്നത്. In Hebrews 12 verse 11 and in James 3 verse 18, righteousness is referring and it is related to peace. അതുപോലെ തന്നെ ഗലാത്യർ 5:22 നമ്മൾ വായിക്കുന്നത്, സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ്. നമ്മളതങ്ങനെ കാണുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. In Galatians 5:22, the fruit of the Spirit, one among them is righteousness. അപ്പം നോക്കുക, Sorry, peace. One of them is peace. നോക്കുക, സമാധാനവും നീതി എന്ന ഫലവും, നീതിയും സമാധാനവും, നീതി എന്ന സമാധാന ഫലം രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നു. നീതിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കൈയാളാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. And it is the Holy Spirit who is going to help us acquire these fruits of having peace, of having righteousness in our life. ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ സിൻസിയർ ആയിരിക്കണം, നമ്മൾ മറ്റുള്ളവരോട് ഇടർച്ചയില്ലാത്തവരായിരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നീതി എന്ന സമാധാന ഫലം നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ആത്മാവിൻ്റെ ഫലമായി പ്രകടമാകണം. As a believer in the present tense, the responsibility on us is that we must be sincere, we must be blameless to others, and through the Holy Spirit, we must be believers who bring forth the fruit of righteousness along with peace. ക്രിസ്തുവിൻ്റെ നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ അവസാനത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. Let us turn to the third verse that we saw with regard to the day of Christ. അവിടെ 2:16 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവിടെ
നമ്മൾ കണ്ടത് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും എന്നാണ്. The third verse that we see is in chapter 2, Philippians chapter 2, verse 16. It is telling that I will have reason to glory. പ്രിയപ്പെട്ടവരെ, കർത്താവ് മടങ്ങി വരുമ്പോൾ നമുക്ക് പ്രശംസയുണ്ടാകും, നമുക്ക് ആ നിലയിൽ പ്രതിഫലം ലഭിക്കും. കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞ് നമ്മളെ തൻ്റെ നെഞ്ചോട് ചേർക്കും. Dear ones, when the Lord comes again, you will have a reason to glory, and He will tell on that day, good and faithful servant, and He will hold you very closely to His heart. ഇത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. And this is something that is going to happen to you in future as a believer. അപ്പോൾ നമ്മൾ എന്താ ഇന്ന് ചിന്തിച്ചത്? So what did we really meditate today? 2026 പുതിയൊരു വർഷത്തിലേക്ക് കടന്നപ്പോൾ ക്രിസ്തുവിൻ്റെ നാളിനോട് നമ്മൾ അത്രയും അടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. We started by telling that as we entered into 2026, we have become a little more closer to the day of the Lord's coming. ക്രിസ്തുവിൻ്റെ നാള് എന്ന ആ വാക്ക് ഉപയോഗിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ 3 വാക്യങ്ങളാണ് നമ്മൾ പിന്നീട് ചിന്തിച്ചത്. And then we saw, with regard to the day of Christ, the 3 context verses from the book of Philippians. അവിടെ നമ്മൾ കണ്ടത്, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, രക്ഷയുടെ ഒരു പ്രവൃത്തി നമ്മൾ ആരംഭിച്ചു, അത് ദൈവം തന്നെ ചെയ്തു, ദൈവം അത് പൂർത്തിയാക്കും. ഇതാണ് നമ്മൾ കണ്ടത്. First we saw in 1 Philippians 1:6, it is God who began the work, and it is God who is going to fulfill that work in our lives. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമ പ്രാപിച്ച് പിന്നെയും നമുക്ക് ഒരു തെറ്റും ചെയ്യാത്തവരെ പോലെ കർത്താവിനോടൊപ്പം ജീവിക്കാമല്ലോ. If we have had mistakes or sins in our past, we can confess it to the Lord, and we can live before the Lord as though we have never sinned. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സിൻസിയറായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടർച്ചയില്ലാത്തവരായിരിക്കണം, നീതിഫലം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ കൈയാളുന്നവരായിരിക്കണം എന്നാണ് പറഞ്ഞത്. The second thing that we saw is, as a believer in the present tense, we must be people who are sincere, who are blameless to others, and with the help of the Holy Spirit, we must be able to acquire righteousness with peace as we come closer to the day of the Lord. ഇത് കുറച്ച് നാളത്തേക്കല്ല, കർത്താവിൻ്റെ നാളോളം നമ്മുടെ മുൻപിലുള്ള നാളുകളെല്ലാം ഈ നിലയിൽ ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. This responsibility is not put on us for a few days, but as long as the Lord comes, till His coming, we must be fulfilling that responsibility in the present tense as believers. ഇതിന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. And for this fulfilling of our responsibility, the Holy Spirit will help us. ഒടുവിലായിട്ട് നമ്മൾ കണ്ടത്, ഈ നിലയിൽ നിൽക്കുമെങ്കിൽ നമ്മുടെ ഭാവിയിൽ ക്രിസ്തുവിൻ്റെ നാളിൽ നമുക്ക് ദൈവമുമ്പാകെ പ്രശംസയും അംഗീകാരവും ലഭിക്കുമെന്നാണ്. If we will stand like this in the present tense, in the future when the Lord comes, the hope is that we will have something to glory, and we will have a reward from His presence. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ അനുഗ്രഹീതരായ ആളുകളാണ്. നമ്മുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാളിനോട് ചേർത്ത് ദൈവം തന്നെ എത്ര ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. So, dear ones, we are really a blessed people in Christ. How beautifully God has organized our past, our present, and our future. ക്രിസ്തുവിൻ്റെ നാള് അത് നമ്മുടെ മുമ്പിലുണ്ട്. അത് കാണുമ്പോൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഈ 3 വാക്യങ്ങളും
നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാം. The Lord's coming is there, very present in front of us. So let us have confidence and let us go without fear. അതിൻ്റെ ആ 2:16 വാക്യം കഴിഞ്ഞ് 17 വാക്യത്തിൽ കണ്ടോ, അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക, എന്തെല്ലാം വന്നാലും സന്തോഷിക്കുക സന്തോഷിക്കുക എന്ന് പലവട്ടം പറഞ്ഞിരിക്കുന്നു. In Philippians 2 verse 18, that is why whatever comes before you, the exhortation is rejoice, rejoice. That is the exhortation before us. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പി ലേഖനത്തിൽ 12 തവണ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ മൊത്തത്തിൽ in the whole of the book of Philippians, more than 12 times it is mentioned rejoice. അവിടെ കണ്ടോ, രക്തം ഒഴുക്കേണ്ടി വന്നാലും സന്തോഷിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. Here Paul is exhorting, even if you have to shed blood in your personal life, you must be a believer who will rejoice. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സന്തോഷകരം എന്ന് തോന്നാത്ത ചിലതുണ്ടാവാം. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി ഈ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ അത് കണ്ട് ആ കാര്യത്തിൽ ഊന്നി നമുക്ക് സന്തോഷിക്കാൻ കഴിയുമല്ലോ. Even if you see something in your life that you are not able to become happy about, but seeing what God has done in Christ with reference to your past, with reference to your present, with reference to your future, can't we rejoice? ഇത് കണ്ടാൽ നമ്മളോട് ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതിനെക്കുറിച്ച് നമുക്കൊരു കയ്പോ പകയോ അവരോടൊരു വിഷമമോ ഇല്ലാതിരിക്കാൻ നമുക്ക് കഴിയും. If we can see this, what God has done for us in Christ, then we can be people who do not have any bitterness or any grudge towards others. ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞ ദൈവഭൃത്യയെക്കുറിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവമൊഴിയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. I have told about Fanny Crosby like this, even in the article Jeevamodigal, I have referred it like this. അതായത് ആ ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞ ആ സഹോദരി, അവൾ ചെറുപ്പമായിരുന്നപ്പോൾ കണ്ണിനെന്തോ പ്രയാസം ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടിരുന്നു. When she was a very little girl, because she had some trouble with the eye, her parents took her to a doctor. ഡോക്ടർ ശ്രദ്ധയില്ലാതെ ചെയ്ത്, മനഃപൂർവ്വമല്ല, ചില തെറ്റായ ചില ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. The doctor, because of his carelessness, he did some kind of treatment on her eyes and her eyesight in both the eyes vanished. 2 കണ്ണും അന്ധയായി. അത് സ്വന്തം കുറ്റം കൊണ്ടല്ല, ഒരു ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട് അത് സംഭവിച്ചു. She became blind not because of her own mistake, but it was the mistake of the doctor. പക്ഷേ ആ സഹോദരി മുന്നോട്ട് വളർന്ന് മുന്നോട്ട് ജീവിച്ചപ്പോൾ മനോഹരമായ പാട്ടുകൾ, ക്രിസ്തീയ പാട്ടുകൾ എഴുതി. And when that sister grew up, she started to write beautiful hymns for the Lord Jesus Christ. എത്ര പാട്ടുകളാണ് ഫാനി ക്രോസ്ബി എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? Do you know the count of the hymns that she has written? 7000 പാട്ടുകളാണ് ഫാനി ക്രോസ്ബി രചിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. It is told that she has composed or she has written almost 7,000 hymns for the Lord. നമ്മൾ പാടുന്ന ബ്ലെസ്സഡ് അഷ്വറൻസ്, ജീസസ് ഈസ് മൈൻ, അതൊക്കെ ഫാനി ക്രോസ്ബിയാണ് എഴുതിയിട്ടുള്ളത്. The song that we sang, Blessed Assurance, it's a hymn that Fanny Crosby had written it. അതിൻ്റെ അകത്തെ ഒരു വരി ഒരു ദൈവഭൃത്യൻ ഇങ്ങനെ പറഞ്ഞ് രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. One stanza speaks like this, which a man of God had told. അദ്ദേഹം അത് രസകരമായിട്ട് പറഞ്ഞു. അതിൻ്റെ അകത്തെ ഒരു വരി, ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്, പ്രൈസിങ് മൈ സേവിയർ ഓൾ ദ ഡേ ലോങ്. That man of God was referring to that paragraph where it is told, this is my story, this is my song, praising my Savior all the day long.
എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നമ്മൾ ആരെങ്കിലുമാണ് ഫാനി ക്രോസ്ബിയുടെ സ്ഥാനത്തെങ്കിൽ നമുക്ക് ഓൾ ദ ഡേ ലോങ് ദൈവത്തെ സ്തുതിക്കാനും സന്തോഷിക്കാനും ഒക്കും. That man of God was asking, if you were in the shoes of Fanny Crosby, can you really praise God all the day long? അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എന്നാലും ആ ഡോക്ടർ എന്നെ വേണ്ട പോലെ നോക്കാഞ്ഞുകൊണ്ട് എന്നെ അന്ധയാക്കി കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ളവനെ ഡോക്ടറാക്കാമോ എന്നൊക്കെയുള്ള കയ്പിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരികയില്ലേ? Will not such a thought come? Even then, how did he become a doctor? He is the reason why I have become blind. Will we not have such thoughts spurring out? എന്നിട്ട് അദ്ദേഹം രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വല്ലവരുമാണെങ്കിൽ ആ വരി ഇങ്ങനെ എഴുതും. And that man of God was telling like this, if you were the one who was composing the hymn, you might have written it like this. This is my story, this is my song. This is my story, this is my song. Praising my Savior all the day long എന്നുള്ളതിന് പകരം കഴ്സിങ് ദാറ്റ് ഡോക്ടർ ഓൾ ദ ഡേ ലോങ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യുക. കഴ്സിങ് ദാറ്റ് ഡോക്ടർ. Yeah. So if you were writing that hymn, instead of telling praising my Savior all the day long, you would have written cursing that doctor all the day long. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഫാനി ക്രോസ്ബിക്ക് അതിനെക്കുറിച്ച് ഒരു പരാതി ഇല്ലാതെ, ഡോക്ടറോടൊരു വൈരാഗ്യമില്ലാതിരിക്കാൻ കഴിയുന്നത്? Dear ones, have you thought why she was able to have such a good attitude towards the doctor, not having any bitterness towards that doctor? എന്തുകൊണ്ടാണ് ഓൾ ദ ഡേ ലോങ് ദൈവത്തെ സ്തുതിക്കാനും സന്തോഷിക്കാനും കഴിയുന്നത്? Why was it that she was able to praise and thank the Lord all the day long in her life? ആളുകളെ വെറുതെ വിടുക, കർത്താവിൽ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആളുകളോടെല്ലാം ക്ഷമിക്കാനായി കഴിയും. Let us leave the people to themselves. Find your place in the Lord, and then you can praise the Lord all the day long. ഇവിടെ 2:17 പൗലോസ് പറഞ്ഞതുപോലെ, രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. That is why Paul is telling in Philippians 17 and 18, even if I have to shed my blood for the Lord, I will still rejoice. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. Let us really judge ourselves before the Lord. ക്രിസ്തുവിൻ്റെ നാള് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. The day of the Lord's coming is just in front of us. ക്രിസ്തുവിൻ്റെ നാളോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? What are the things that I have to be careful in my life till the day of the Lord? നമ്മിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവന് അത് തികയ്ക്കുമെന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. Have rejoicing attitude and go ahead with hope and happiness that the Lord who has begun this good work in you will fulfill it. That is the way that we should be progressing. അതുപോലെ തന്നെ ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ സിൻസിയറും ബ്ലെയിംലെസ്സും അതുപോലെ തന്നെ നീതിഫലം നിറഞ്ഞവരും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അങ്ങനെ ആയിരിക്കുക. In the present tense, as a believer, I should be sincere, I must be blameless, and with the help of the Holy Spirit, I must be a believer who brings forth fruits of righteousness and peace. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ കർത്താവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ നാളിൽ നമുക്ക് പ്രശംസയുണ്ടാകും, അംഗീകാരം ഉണ്ടാകും, നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ 3 കാലങ്ങളും കർത്താവിൽ ഭദ്രമാണ്. സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. If you will walk like that in the present tense, in the future when the Lord comes, you will have a recognition, you will have a reward, and there will be a reason for you to glory. And you can live like this if your past, present, and future is in Christ in this world in happiness and joy.
2026 ഈ പുതുവർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഈ നിലയിൽ അർത്ഥപൂർണമായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. In the days of 2026, let us all live every day like this. And I really want to thank and express my gratitude to all of you for having heard me throughout.